ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം വെളിപ്പാട് പുസ്തകം 19 കുഞ്ഞാടിൻ്റെ കല്യാണ ദിവസം. അപ്പോൾ തന്നെ എതിർ ക്രിസ്തുവിൻ്റെയും കള്ളപ്രവാചകന്റെയും ന്യായവിധിയാണ് വെളിപ്പാട് പുസ്തകം 19 നാം കാണുന്നത്. വെളിപ്പാട് പുസ്തകം 19 ഒന്നാമത്തെ വാക്യം ആരംഭിക്കുമ്പോൾ അത് ആരംഭിക്കുന്നത് അനന്തരം എന്ന ഒരു വാക്കിനാലാണ്. ഇംഗ്ലീഷിൽ ആൻഡ് ആഫ്റ്റർ ദീസ് തിങ്സ്. ഏത് കാര്യങ്ങൾക്ക് ശേഷമാണ് എന്നിവിടെ എഴുതിയിരിക്കുന്നത്? വെളിപ്പാട് പുസ്തകം 18 നമ്മൾ കാണുകയുണ്ടായി, ആ, മൃഗത്തിന്മേൽ ഇരിക്കുന്ന സ്ത്രീയുടെ മേൽ വരുന്ന ന്യായവിധി. ഒന്ന്. രണ്ടാമത്തെ കാര്യം നമ്മൾ കണ്ടത് ബാബിലോൺ, മഹാനഗരമായ ബാബിലോണിൻ്റെ മേൽ വരുന്ന ന്യായവിധി. ബാബിലോൺ നഗരം 1 മണിക്കൂറിൽ ഇല്ലാതാകുകയാണ്. അപ്പോൾ തന്നെ അതിൻ്റെ പുക കത്തി ഉയരുമ്പോൾ ഭൂനിവാസികളൊക്കെയും അത് കണ്ട് വിലപിക്കുകയാണ്. കാരണം അവരുടെ ബിസിനസ്, അവരുടെ ട്രേഡ്, അവരുടെ കപ്പലുകൾ എല്ലാം നശിച്ചു പോയി. ഈ സ്ത്രീയുമായി, ഈ ബാബിലോണുമായിട്ട് അവർക്ക് വലിയ ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു. അവർ വലിയ സമ്പന്നരായ ആയിത്തീരുകയുണ്ടായി ഈ ഒരു ട്രേഡ് റിലേഷൻസുമായിട്ട്. ഇത് ന്യായവിധി വന്നപ്പോൾ അവർ വിലപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തന്നെ ഈ ന്യായവിധി ഭൂമിയിൽ വന്നപ്പോൾ സ്വർഗത്തിൽ ആനന്ദവും ആരാധനയും നമുക്ക് കാണാൻ കഴിയും. അത് തുടർന്നാണ് വെളിപ്പാട് പുസ്തകം 19 അതിൻ്റെ 1 വാക്യം നമുക്ക് മലയാളത്തിലൊന്ന് വായിച്ച് കേൾക്കാം. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ, സാൽവേഷൻ, ഗ്ലോറി, ഹോണർ ആൻഡ് പവർ unto Lord our God. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തിരുവചനത്തിൽ അനേക ഇടങ്ങളിൽ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് സങ്കീർത്തന ഭാഗങ്ങളിൽ സ്തുതി, മഹത്വം, മാനം, ബഹുമാനം, ശക്തി യഹോവയ്ക്കുള്ളത്, യഹോവയുടെയാണ് രക്ഷ എന്ന്. അപ്പോൾ രക്ഷ, നമ്മുടെ ദൈവത്തിനൊരു രക്ഷയുടെ ആവശ്യമില്ല, ഉണ്ടോ? ഇല്ല. പക്ഷേ രക്ഷയുടെ ഉറവിടം ആരാണ്? ദൈവമാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇതൊരു പ്രോഫസി പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. യെശയ്യാ 25:9 നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ അത്രേ നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ, അവനെ അത്രേ നാം കാത്തിരുന്നത്, അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയും. പ്രൈസ് ലോർഡ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഒരു പ്രോഫസി ഭാഗമാണ്. നമ്മൾ സങ്കീർത്തന ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതൊക്കെയും ഈ മഹോപദ്രവകാലത്തിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കളുടെ ഒരു പ്രത്യാശ, അവർക്കൊരു ആശ്വാസം, അവരെ ഉറപ്പിക്കുന്നതായിട്ട് ഉള്ള ഭാഗങ്ങളാണ്. പ്രോഫറ്റിക്കാണ് സങ്കീർത്തനങ്ങൾ. 22 സങ്കീർത്തനം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് കാണിക്കുന്നത്. 23 സങ്കീർത്തനം കർത്താവ് നല്ല ഇടയനായിട്ടും, 24 സങ്കീർത്തനം ശ്രേഷ്ഠ ഇടയനായിട്ട് കർത്താവിനെ ചിത്രിപ്പിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. അതുപോലെ അനേക ഭാഗങ്ങൾ സാംസിൽ ഉള്ളതൊക്കെ ഈ പ്രോഫറ്റിക് പ്രോഗ്രാമിനെ സംബന്ധിച്ചാണ്. അപ്പോൾ 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ കൺസിഡർ ചെയ്ത് മനസ്സിലിരുത്തിയാണ് ഈ ആരാധന സ്വർഗത്തിൽ നടക്കുന്നത്. ഒന്നാമത്തെ കൺസിഡറേഷൻ, കൺസിഡറിങ് ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളെ പരിഗണിച്ച് അവർ ആരാധിക്കുകയാണ്. ദൈവം ആരെ, അവൻ എങ്ങനെ ഉള്ളവൻ. നോക്കണേ, സക്കായി നീളത്തിൽ കുറവൻ ഉള്ളവനായിരുന്നു. ക്രിസ്തു എങ്ങനെ ഉള്ളവൻ എന്ന് അറിയുവാൻ വേണ്ടി അവൻ ഒരു മരത്തേൽ കയറി
കർത്താവിനെ ഒബ്സർവ് ചെയ്യുക, അവൻ എങ്ങനെ ഉള്ളവൻ, വാട്ട് മാനർ ഓഫ് പേഴ്സൺ ഹി ഈസ്, അല്ലേ? അതുപോലാണ് ദൈവത്തെ നാം ആരാധിക്കുന്നത്. ഇവിടെ ആരാധിക്കുന്നത് ദൈവം ആരാണ്, എങ്ങനെയുള്ളവൻ. രണ്ടാമത്തെ കാര്യം പരിഗണിക്കുന്നത് ദൈവം എന്ത് ചെയ്തു, വാട്ട് ഗോഡ് ഹാസ് ഡൺ. മൂന്നാമത്തെ കാര്യം വാട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു ഡു, ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പരിഗണിച്ചുകൊണ്ട് സ്വർഗത്തിൽ ആരാധന ഉയരുകയാണ്. 4 പ്രാവശ്യമായിട്ട് ഹല്ലേലൂയ എന്നുള്ള വലിയ ശബ്ദം നമുക്ക് ഈ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്, ദൈവം, വാട്ട് ഈസ് ഗോഡ്. നമ്മൾ ഇന്ന് ആരാധിക്കുമ്പോഴും വെളിപ്പാട് പുസ്തകത്തിൽ ഏത് സമയത്തും ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. വാട്ട് ഗോഡ് ഈസ്, നാം സേവിക്കുന്ന ദൈവം എങ്ങനെ ഉള്ളവൻ എന്ന് നമ്മളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതാണ് ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. ഇത് കംപ്ലീറ്റ് ലിസ്റ്റ് അല്ല, ഇത് ജസ്റ്റ് ഒരു ചെറിയ ഒരു ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തേത്, നമ്മുടെ ദൈവം നിത്യനായ ദൈവമാണ്, എറ്റേണൽ ഗോഡ്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1:17 വായിക്കുമ്പോൾ അവൻ സകല സൃഷ്ടിക്കും മുമ്പുണ്ടായിരുന്നവനായിരുന്നു. ഇതേ കാര്യം ആവർത്തനം 33:27 യെശയ്യ 9:6 നമുക്ക് കാണാൻ കഴിയും. യെശയ്യ 9:6 യേശു ക്രിസ്തുവിനെ നിത്യനാം പിതാവ് എന്ന് വിളിച്ചിട്ടുണ്ട്. ഈ പിതാവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഉറവിടം എന്നാണ്. അങ്ങനെയും ഒരു അർത്ഥമുണ്ട്, ഉറവിടം. അപ്പം നിത്യതയുടെ ഉറവിടമാണ് ക്രിസ്തു. അതാണ് അവിടെ എഴുതിയിരിക്കുന്നതിൻ്റെ ആ ഒരു അർത്ഥം. അൺചേഞ്ചിങ്, അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്. മലാഖി 3:6 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഫോർ ഐ ആം ദ ലോർഡ്, ഐ ചേഞ്ച് നോട്ട്. നമുക്ക് റോമർക്കെഴുതിയ ലേഖനം 11:29 വായിക്കുമ്പോൾ ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ല. അനുദപിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിന് മാറ്റം വരിക, റിപ്പൻറ്റൻസ്. അതായത് ദൈവം, പൗലോസ് അപ്പോസ്തലൻ പറയുക, ദൈവം ഒരു ദാനം നൽകിയാൽ പിന്നീട് അയ്യോ അവനത് കൊടുക്കേണ്ട ഇല്ലായിരുന്നു, അത് ഞാൻ തിരിച്ചിങ്ങെടുക്കുക എന്ന് ദൈവം ചെയ്യത്തില്ല. ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസിൽ അനേക ദാനങ്ങളുണ്ട്. രക്ഷാദാനമാണ്, പരിശുദ്ധാത്മാവ് ദാനമാണ്, നിത്യജീവൻ ദാനമാണ്. ഇതൊക്കെ ദാനങ്ങൾ നമുക്ക് നൽകിയ ദൈവം എന്ത് ചെയ്യുന്നില്ല? റിപ്പൻറ്റ് ചെയ്യുന്നില്ല. അതായത് അനുദപിക്കുന്നില്ല, അത് തിരികെ എടുക്കുന്നില്ല. സോ ഈസ് എ അൺചേഞ്ചിങ് ഗോഡ്, മാറ്റമില്ലാത്തവൻ. വെളിപ്പാട് പുസ്തകം 19:6 വാക്യത്തിൽ ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവം, ഓംനിപൊട്ടൻറ്റ്. ഇതേ ഒരു അർത്ഥം നമുക്ക് ലൂക്കോസ് 1:37 യെരമ്യ 32:17 പറയുകയാണ്, എന്നാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ. ഓംനിപൊട്ടൻറ്റ്, സർവശക്തനായ ദൈവം. അടുത്തത് ഓംനി പ്രസൻറ്റ്, എല്ലാ ഇടത്തും ഒരേ സമയത്ത് ഒരേപോലെ നിറഞ്ഞു നിൽക്കുന്നവനാണ് നമ്മുടെ ദൈവം. 139 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ചോദിക്കും, നിൻ്റെ ആത്മാവിനെ ഇട്ട് ഞാൻ എവിടെ പോകും? സ്വർഗത്തിൽ പോയാലും അവിടെ നീയുണ്ട്, പാതാളത്തിൽ ഞാൻ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയും ഉണ്ട്. വെളിപ്പാട് പുസ്തകം 20:4-6 വരെയുള്ള വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ കർത്താവിനോട് കൂടെ ഈ ഭൂമിയിൽ വാഴുമ്പോൾ അതേ സമയം നാം ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ഇവിടുണ്ട്, സ്വർഗസ്ഥലങ്ങളിൽ കർത്താവിനോട് കൂടെ വാഴുകയാണ്. വെളിപ്പാട് പുസ്തകം 14:10 വായിക്കുമ്പോൾ അതേ സമയം ഈ മൃഗത്തിൻ്റെ മുദ്ര ഏറ്റവരും അവരെ ആരാധിച്ചവരും ഒക്കെയും നമുക്കതൊന്ന് വായിക്കാം.
അത് അവരൊക്കെയും എവിടുണ്ട്? ഈ നരകാഗ്നിയിൽ കുഞ്ഞാടിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും സാന്നിധ്യത്തിൽ എന്നേക്കും പീഡിപ്പിക്കപ്പെടുക. അപ്പോൾ കുഞ്ഞാടിൻ്റെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ട്? സ്വർഗസ്ഥലങ്ങളിലുണ്ട്, ഭൂമിയിലുണ്ട്, നരകാഗ്നിയിലും. ദൈവം ഒരു ഇൻസ്പെക്ടറിനെ പോലെ ഈ നരകത്തിൽ കിടക്കുന്നവർക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത എന്താണെന്നറിയാം? കുഞ്ഞാടിൻ്റെ കാഴ്ച. അറുക്കപ്പെട്ട കുഞ്ഞാടിനെയും വീണു പോകാത്ത ദൂതന്മാരെയും അവർക്ക് കാണാൻ കഴിയും. അതാണ് അവർക്ക് ഒട്ടും സഹിക്കാൻ മേലാത്തത്. അടുത്തതെന്താ? ഓംനിസെന്റ്, സകലതും അറിയുന്നവൻ. യോഹന്നാൻ 2:24 കർത്താവിനെ കുറിച്ച് പറയുക, കർത്താവ് എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളെ അറിഞ്ഞിരുന്നു, നിരൂപണങ്ങളെ അവൻ അറിഞ്ഞിരുന്നു. അടുത്തത് ദൈവം വിശ്വസ്തനാണ്. വെളിപ്പാട് പുസ്തകം 1:5 കർത്താവിനെ പറഞ്ഞത് വിശ്വസ്തനും സത്യവാനുമായ കർത്താവായ യേശു ക്രിസ്തു. അതേ കാര്യം നമുക്ക് വെളിപ്പാട് പുസ്തകം 6:10 യാഗപീഠത്തിന് കീഴിൽ നിന്ന് ആത്മാക്കൾ വിളിച്ച് ചോദിക്കുകയാണ് കർത്താവിനോട്, ഞങ്ങളുടെ രക്തത്തെ പകരം നീ എന്ന് ചോദിക്കുമെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അന്ന് അവരോടൊരു വാഗ്ദത്തം കൊടുത്തു, അല്പം കൂടെ വിശ്രമിക്കുക, നിങ്ങളെപ്പോലെ നിങ്ങളുടെ സഹോദരി സഹോദരന്മാർ അനേകർ രക്തസാക്ഷികളായി വരുവാനുണ്ട്, അതിനുശേഷം ഞാൻ പകരം ചെയ്യും, പ്രതികാരം ചെയ്യും എന്ന് അവരോട് പറഞ്ഞു. ആ കാര്യം, ആ പ്രതികാരമാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ വിശ്വസ്തനാണ്. 1 തിമോത്തിയോസ് 1:12 പൗലോസ് അപ്പോസ്തലൻ പറയുക, ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്, കർത്താവിന് ഒരു മാറ്റവുമില്ല. പൗലോസ് പറയുക, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസത്തോളം വരെ സൂക്ഷിപ്പാൻ ശക്തൻ. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ, ട്രൂ ആൻഡ് ജസ്റ്റ്. വെളിപ്പാട് പുസ്തകത്തിൽ 19-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ അനേക ഇടങ്ങളിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുക, ദൈവത്തിൻ്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളതാണെന്ന്. ദൈവം സ്നേഹമാകുന്നു, ദ ലവിങ് കൈൻഡ്നെസ് ഓഫ് ഗാഡ്. 1 യോഹന്നാൻ 4:7 പറയും, ഗാഡ് ഈസ് ലവ്. 136-ാം സങ്കീർത്തനത്തിൽ ഓരോ വാക്യം കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അവരേറ്റു പാടിക്കൊണ്ട് ഇരിക്കുകയാണ്. എഫേസ്യർക്കെഴുതിയ ലേഖനം 3:19 ക്രിസ്തുവിൻ്റെ സ്നേഹം സകല ബുദ്ധിയെയും കഴിയുന്ന സ്നേഹമാണ് അല്ലേ? അതിൻ്റെ ആഴം, വീതി, ഉയരം, നീളം ആർക്ക് ആരാൻ കഴിയും? അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് സ്വർഗത്തിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുക. നാമം ഇന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം ആര് എന്നുള്ള അറിവിനോടാണ് അല്ലേ? ദാനിയേൽ പുസ്തകത്തിൽ പറയുന്നത് എന്താ? എന്നാൽ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് എന്ത് ചെയ്യും? വീര്യം പ്രവർത്തിക്കും. അടുത്തത് അവരാരാധിക്കുന്നത് ദൈവം എന്തു ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ, വെളിപ്പാട് പുസ്തകം 19-ൻ്റെ കോണ്ടെക്സ്റ്റിൽ അവരെന്ത് ചെയ്തു? ദൈവം എന്താണ് ചെയ്തത്? മൃഗത്തിന്മേൽ ഇരുന്ന സ്ത്രീ, ആ ഫോൾസ് റിലീജിയസ് സിസ്റ്റത്തിന്മേൽ ദൈവം തൻ്റെ ന്യായവിധി അയച്ചു. കാരണം ആ സിസ്റ്റം അനേക ദൈവമക്കളെ രക്തസാക്ഷികളാക്കി തീർത്ത ഒരു സിസ്റ്റമാണ്. ആ 70-ാമത്തെ ആഴ്ചയിൽ, ദാനിയേൽ പ്രവചനത്തിൻ്റെ 70-ാമത്തെ ആഴ്ചയിൽ അനേക യഹൂദർ രക്തസാക്ഷികളായിത്തീരുന്നു. അതിൻ്റെ രക്തത്തിൻ്റെ പകരം വീട്ടുകയാണ്. അതേ കാര്യം നമുക്ക് ആവർത്തന പുസ്തകം 32:35 നമുക്കൊന്ന് വായിക്കാം. അവരുടെ കാൽ വലത് കാലത്തേക്ക് പ്രതികാരവും വഴുതും കാലത്തേക്ക് പ്രതികാരവും പ്രതിഫലവും എൻ്റെ പക്കലുണ്ട്. അവരുടെ അനർത്ഥ ദിവസം അടുത്തിരിക്കുന്നു, അവർക്ക് ഭവിപ്പാനുള്ളത് ബന്ധപ്പെടുന്നു. ഇത് മോശ പ്രവചിച്ച് പറയുകയാണ്. ഏതാ? ഈ മഹോപദ്രവകാലത്ത് ഇസ്രായേലിൻ്റെ ശത്രുക്കന്മേൽ ദൈവം പകരുവാനുള്ള ആ ക്രോധത്തെക്കുറിച്ച്. അതേ കാര്യം 94-ാം സങ്കീർത്തനം, നാഹൂം പ്രവചനം 1 മുതൽ 2-3 വാക്യം
വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 64-66 വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. ദൈവം പ്രതികാരം എടുത്തിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ആ മഹാനഗരമായ ബാബിലോണിൻ്റെ മേൽ ദൈവം തൻ്റെ പ്രതികാരം ചെയ്തിരിക്കുന്നു. അത് കത്തി ഒരിക്കലും ഇനി പാർക്കാൻ കഴിയാത്ത രീതിയിൽ അത് ഇല്ലാതാകുകയും അതിൻ്റെ പുക എന്നേക്കും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മർമ്മം മഹതിയാം ബാബിലോൺ ഇസ്രായേലിലല്ല. കാരണം ഇസ്രായേലിനെ ദൈവം അനുഗ്രഹിക്കും, വരണ്ട നിലം ഉല്ലസിക്കും എന്നൊക്കെ വാഗ്ദത്തം കൊടുക്കുമ്പോൾ അവിടെ എന്നേക്കും പുക ഉയരുന്നൊരു സ്ഥാനം ഉണ്ടായിരിക്കാൻ ഇടയുണ്ടോ? ഇല്ല. ഇത് ഔട്ട്സൈഡ് ഇസ്രായേൽ. അതാണ് 18-ാമത്തെ അധ്യായം വെളിപ്പാട് 18-ൽ യോഹന്നാനെ വനാന്തരങ്ങളിലേക്ക് കൊണ്ടുപോവുക, വരണ്ട നിലയിലേക്ക് കൊണ്ടുപോവുക, ഇല്ല, വിൽഡർനെസ്സിലേക്ക്. എന്നാൽ ഇന്ന് നമ്മൾ ആരാധിക്കുമ്പോൾ, ഇന്ന് ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ അംഗങ്ങളായി ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസിൽ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ ദൈവം ബാബിലോൺമേൽ എന്ത് ചെയ്യാൻ പോകുന്നു അതോർത്താണോ നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്? അല്ല. ഇന്ന് കൃപായുഗത്തിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവം നമ്മുടെ മേൽ പകർന്ന ആ വൻ കൃപയെ ഓർത്താണ്, ഇല്ലേ? എഫെസ്യർക്ക് ലേഖനം 2:8-9 വാക്യം വായിക്കുമ്പോൾ, രക്ഷാദാനം കൃപയാലല്ലോ നാം വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൊലോസ്യർക്ക് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-15 വരെ ഉള്ള ഭാഗം നമുക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു നമുക്കൊന്ന് നോക്കാം. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോട് കൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. നമ്മളിന്ന് ആരാധിക്കുന്നത് നമ്മുടെ സകല പാപങ്ങളും, പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ, സകല പാപങ്ങളും സകല അതിക്രമങ്ങളും എല്ലാം പോക്കി നമ്മളെ എന്നേക്കുമായി ശുദ്ധീകരിച്ച് തൻ്റെ വിശുദ്ധ രക്തത്താൽ നമുക്ക് വിപരീതമായിരുന്ന ന്യായപ്രമാണത്തിൻ്റെ കൈയെഴുത്തുകളെ എല്ലാം നീക്കി നമ്മുടെ മേൽ കുറ്റം സാത്താൻ്റെ സകല ആയുധങ്ങളെയും അവൻ വെറും കാഴ്ച വസ്തുവാക്കി മാറ്റുകയാണ്. അത് നമ്മൾ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്, അല്ലേ? അപ്പോൾ തന്നെ എഫെസ്യർക്ക് ലേഖനം 2:12-13 വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമുക്കതൊന്ന് വായിച്ച് കേൾക്കാം ആ ഭാഗം. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നുവെന്ന് ഓർത്തുകൊള്ളുവിൻ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ഒരു യോഗ്യതയും ഇല്ലാത്ത നമ്മളെ, ഒരു പ്രത്യാശയും ഇല്ലാത്ത നമ്മളെ തൻ്റെ വിശുദ്ധ രക്തത്താൽ നമ്മളെ സമീപസ്ഥരാക്കി തീർത്തു. അടുത്ത കാര്യം, വെറും രക്ഷ മാത്രമല്ല നമുക്ക് കർത്താവ് നൽകിയത്, രക്ഷയുടെ ഉറപ്പും നൽകിയിരിക്കുക. നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നാളോളം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ അച്ചാരമായി നൽകുക മാത്രമല്ല, അത് മുദ്രയും ഇട്ടിരിക്കുക, നാം അവനുള്ളവൻ എന്നുള്ളത്, അല്ലേ? നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സമാധാനവും നമുക്ക് ഉണ്ട്. റോമർക്കെഴുതിയ ലേഖനം 8-8-ാം അധ്യായം 31 തൊട്ട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ പ്രധാനമായിട്ട് 5 ചോദ്യങ്ങൾ പൗലോസ് ചോദിക്കുകയാണ്. 1, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? 32-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സംശയം പൗലോസിനോട് ആൾക്കാർ ചോദിച്ചു, രക്ഷ നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും? അപ്പം ദൈവം പൗലോസ് അപ്പോസ്തലൻ അവരോട് ചോദിക്കുന്ന കാര്യമാണ്, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി നൽകിയെങ്കിൽ അവൻ പുത്രനോട് കൂടെ ബാക്കി സകലതും സൗജന്യമായി നൽകാതെ ഇരിക്കുമോ? 3-ാമത്തെ ചോദ്യം, who shall lay anything to the charge of God's elect?
ദൈവം തിരഞ്ഞെടുത്തവരെ ആ, ആര് കുറ്റം ചുമത്തും? ആ. നീതീകരിക്കുന്നവൻ ദൈവം. 34 വാക്യത്തിൽ അടുത്ത ചോദ്യമുണ്ട്. ശിക്ഷ വിധിക്കുന്നവൻ ആര്? ആ, ക്രിസ്തുവേശു മരിച്ചവൻ. 35 വാക്യത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാര്? പ്രൈസ് ദ ലോർഡ്. വെറും രക്ഷ മാത്രമല്ല, രക്ഷയുടെ ഉറപ്പും നൽകി, ദൈവത്തിൻ്റെ സമാധാനവും നൽകി. അടുത്തൊരു കാര്യം പൗലോസ് അപ്പോസ്തലൻ പ്രത്യേകം പറയുന്നത് 1 തെസ്സലോനിയർ 1:9 നമുക്കൊന്ന് വായിക്കാം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വേറൊരു കാര്യം കൂടെ ദൈവാത്മാവിൽ നമ്മളോട് പറയുകയാണ്. ബോഡി ഓഫ് ക്രൈസ്റ്റിനോട് പറയുക, നിങ്ങളെ ദൈവം വരുവാനുള്ള ക്രോധത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. ഏതാ? വി ആർ നോട്ട് ഗോയിങ് ത്രൂ ദ ട്രിബുലേഷൻ. ഈ ദാനിയേൽ പ്രവചനത്തിൻ്റെ 70-ാമത്തെ ആഴ്ച ആരംഭിക്കുന്നതിന് മുമ്പേ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉൾപ്രാവണം നടക്കും. അതിനുശേഷമാണ് വെളിപ്പാട് പുസ്തകത്തിലെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ചെയ്തു. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ കാര്യങ്ങൾ അവൻ എന്ത് നമുക്ക് വേണ്ടി ചെയ്തു. എന്നാൽ ആ മഹോപദ്രവ കാലത്തിൽ കൂടി നടക്കുന്നവർ, അവർ ആരാധിക്കുന്നതിൻ്റെ കാരണം വ്യത്യസ്തമായൊരു കാര്യങ്ങളാണ്, അല്ലേ? നമുക്ക് സ്വർഗത്തിലെ ആരാധനയുടെ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ. രണ്ടാമത്തെ, അവൻ എന്ത് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ബോത്ത് ഇസ്രായേലിനും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കും വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. 3-ാമത്തെ കാര്യമാണ് സ്വർഗത്തിലെ ആരാധന. അവൻ എന്ത് ചെയ്യാൻ പോകുന്നു, വാട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു ഡു. ഈ കാര്യം പരിഗണിച്ചുകൊണ്ട് അവർ ഹല്ലേലൂയ പാടുകയാണ്. 4 കാര്യം പ്രധാനമായിട്ട് കോണ്ടെക്സ്റ്റിൽ, വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൻ്റെ വെളിച്ചത്തിൽ 4 കാര്യങ്ങൾ ദൈവം ഇനി ചെയ്യാൻ പോവുകയാണ്. 1, കുഞ്ഞാട് ഭൂമണ്ഡലത്തിൽ, ഭൂമിയിൽ എന്ത് ചെയ്യാനാ? നീതിയോടുകൂടി വാഴാൻ പോകുകയാണ്. 2, കുഞ്ഞാടിൻ്റെ കല്യാണനാൾ അടുത്തു. 3, മണവാളൻ്റെ വരവ് അടുത്തു. 4, എതിർ ക്രിസ്തുവും കള്ളപ്രവാചകന്മേൽ ഉള്ള ന്യായവിധി. ഈ 4 കാര്യം അവർ പരിഗണിച്ചുകൊണ്ട് അവർ ദൈവത്തെ ആരാധിക്കുകയാണ്. നമുക്ക് 19-ന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. വെളിപ്പാട്. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. വാട്ട് ഗോഡ് ഈസ് ഗോയിങ് ടു ഡു. ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത്? വെളിപ്പാട് പുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ, 19-ാം അധ്യായത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് നോക്കാം. 1, കർത്താവ് വരുമ്പോൾ യെശയ്യാ 11:10 തൊട്ട് 12 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. അവന്റെ വിശ്രാമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. അന്നാളിൽ കർത്താവ് തൻ്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രൈമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും ഏലാമിൽ നിന്നും ഷിനാരിൽ നിന്നും ഹാമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ 2-ാം പ്രാവശ്യം കൈനീട്ടും. അവൻ ജാതികൾക്കൊരു കൊടി ഉയർത്തി ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വാഴാൻ പോകുമ്പോൾ നടക്കുന്ന, ആ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ദൈവം ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ കൂട്ടി ചേർക്കും. 2-ാമത്തെ കാര്യം, കർത്താവ് വാഴുമ്പോൾ ഒരു നിലനിൽക്കുന്ന സമാധാനം. ഹെബ്രായർക്കെഴുതിയ ലേഖനം നമ്മൾ പഠിച്ചപ്പോൾ അവിടെ പറയുകയുണ്ടായി, 11-ാം അധ്യായത്തിൽ പറയുകയുണ്ടായി, യോശുവ ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത ദേശത്തേക്ക് എത്തിച്ചു. പക്ഷേ അവിടെയും അവർക്ക് എന്തുണ്ടായിരുന്നു?
യുദ്ധങ്ങളുണ്ടായിരുന്നു. പക്ഷേ ക്രിസ്തുവോ യോശുവയെക്കാളും ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞിട്ട് പറയാം, അവൻ നിലനിൽക്കുന്ന സമാധാനം. അത് പ്രവചന പദ്ധതിയുടെ ഒരു ഭാഗം. ഹോശയ്യ 2:18 വായിക്കാം. അന്നാളിൽ ഞാൻ അവർക്കു വേണ്ടി കാട്ടിലെ മൃഗങ്ങളോടും ആകാശത്തിലെ പക്ഷികളോടും നിലത്തിലെ ഇഴജാതികളോടും ഒരു നിയമം ചെയ്യും. ഞാൻ വില്ലും വാളും യുദ്ധവും ഭൂമിയിൽ നിന്ന് നീക്കി അവരെ നിർഭയം വസിക്കുമാറാക്കും. നിർഭയം വസിക്കുമാറാക്കും. നോക്കണേ, കർത്താവ് ഭൂമിയിൽ നീതിയോടുകൂടി വാഴുമ്പോൾ മൃഗങ്ങൾക്ക് പോലും മാറ്റം വരുക അല്ലേ? യെശയ്യാ 65 ഭാഗം വായിക്കുമ്പോൾ സിംഹവും ആട്ടുകൂട്ടവും ഒക്കെ എന്താണ്? ഒരുമിച്ച് മേയുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ വിഷപ്പാമ്പിൻ്റെ പൊത്തിലെന്ത് ചെയ്യും? കൈയിടുമെന്നാൽ അവർക്ക് ഒരു ദോഷവും ചെയ്യത്തില്ല. അത് അല്ലേ? അതാ ഒരേ കാര്യം കർത്താവ് നീതിയോടുകൂടി രാജ്യത്വം ഏറ്റെടുക്കുമ്പോൾ നടക്കുന്നത്. ദൈവത്തിൻ്റെ ഗവർണൻസിനെ കുറിച്ച് യെശയ്യാ 9:6-7 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നു പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവ നീതിയോടുകൂടി വാഴാൻ പോകുക എന്ന് പറയും. ആ ഒരു കാര്യം കേൾക്കുമ്പോൾ അവർ ഹല്ലേലൂയ എന്നുള്ള ഉച്ചത്തിൽ ആരാധിക്കുക. ഈ നീതിയോടുകൂടിയുള്ള വാഴ്ച പഴയ നിയമ വിശുദ്ധന്മാരുടെയും പ്രത്യാശയായിരുന്നു. നോക്കണേ, ലൂക്കോസ് 1:70-74 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഇത് സക്കറിയ പ്രവാചകൻ യോഹന്നാൻ സ്നാപകൻ്റെ ജന്മത്തെക്കുറിച്ച് ആ സമയത്ത് പ്രവചിച്ച്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിച്ച കാര്യമാണ്. നമുക്കൊന്ന് വായിക്കാം. അവരുടെ പ്രത്യാശ: നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തൻ്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന്. അപ്പോൾ സക്കറിയ പ്രവാചകൻ പറയുക, ഈ കാര്യം കർത്താവ് നീതിയോടുകൂടി വാഴുമ്പോൾ ചുറ്റുമുള്ള ഇന്ന് കാണുന്ന ശത്രുത്വം എല്ലാം നീങ്ങി നീതിയോടും സമാധാനത്തോടുകൂടി വിശുദ്ധിയോടുകൂടി അവർ യഹോവയുടെ ആലയത്തിൽ സേവിക്കുന്നതാണ് അവരുടെ പ്രത്യാശ, അല്ലേ? ഗോഡ് ഈസ് ഗോയിങ് ടു റീൻ. ഇത് കേൾക്കുമ്പോൾ അവർ ആരാധിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം നടക്കാൻ പോകുന്നത് കുഞ്ഞാടിൻ്റെ കല്യാണ നാൾ. നമുക്ക് വെളിപ്പാട് പുസ്തകം 19:7-10 വരെയുള്ള ഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നാം സന്തോഷിച്ചു ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അത് അരുത്. ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യം ഉള്ള നിന്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്ക. യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെ എന്നു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞാടിൻ്റെ കല്യാണ നാൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് സ്വർഗത്തിൽ എന്തുണ്ട്? ആരാധനയാണ്. അപ്പോൾ ഈ കുഞ്ഞാടിൻ്റെ കല്യാണ ദിവസത്തെക്കുറിച്ച് യെശയ്യാ 54-ാമത്തെ അധ്യായം 5-9 വരെ എന്നുള്ള ഭാഗം നമ്മൾ വായിക്കാം. നമുക്ക് അറിയാം മണവാളൻ ആരാണെന്ന് നമുക്കറിയാം, ക്രിസ്തുവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ക്വസ്റ്റ്യൻ എവിടെ? മണവാട്ടി ആരാണെന്നുള്ളതാണ്
ക്വസ്റ്റ്യൻ. അനേക ഇടത്ത് ചിലർ പറയും ഞങ്ങളാണ്, അവർ പറയും ഞങ്ങളെല്ലാവരും അല്ല, എന്നാൽ ഞങ്ങളുടെ വിശുദ്ധന്മാർ മാത്രമാണ്. അങ്ങനെ അങ്ങനെയൊക്കെ പല ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട്. ചർച്ചാ വിഷയമാണ് കുഞ്ഞാടിൻ്റെ മണവാട്ടി ആരാണെന്നുള്ളത്. പക്ഷെ തിരുവചനം എന്ത് പറയുന്നു നമുക്കൊന്ന് വായിച്ചു നോക്കാൻ. 2 വാക്യങ്ങൾ, യെശയ്യാ 54 5 തൊട്ട് 9 വരെയും, യെരമ്യാ പ്രവചനം 3-ാം അധ്യായം 14 തൊട്ട് 18 വരെയുള്ള ഈ 2 ഭാഗം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ. സർവ്വഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. ഉപേക്ഷിക്കപ്പെട്ട് മനോവ്യസനത്തിൽ ഇരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യയെ എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവം അരുളിച്ചെയ്യുന്നു. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യദയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളിച്ചെയ്യുന്നു. ഇത് എനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു. നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ ഞാൻ നിന്നോട് കോപിക്കുകയോ നിന്നെ ഭത്സിക്കുകയോ ഇല്ല എന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, ഫോർ ദൈ മേക്കർ ഈസ് ദൈ ഹസ്ബൻഡ്. ഇസ്രായേലിനോടാണ് പറയുന്നത്, നിന്റെ സൃഷ്ടാവ് നിന്റെ ഭർത്താവായിരിക്കുന്നു എന്ന്, അല്ലേ? സൈന്യങ്ങളുടെ യഹോവ എന്ന് നാമമുള്ള ആര്? അപ്പം ഭർത്താവ് ആരാണ്? ക്രിസ്തു. മണവാട്ടി ആരാണ്? ഇസ്രായേൽ. വളരെ ക്ലിയറാണ്, അല്ലേ? എന്നിട്ട് നോയയുടെ കാലത്ത് വെള്ളം, അവിടെ ഒരു വലിയൊരു ഉടമ്പടി ദൈവം ചെയ്യുകയുണ്ടായി, ഇല്ലേ? അതുപോലെ ഒരു ഉടമ്പടി ആരോടാണ് ചെയ്യുന്നത്? ഇസ്രായേലിനോട് ചെയ്യുകയാണ്. ഞാൻ ഇനിയും ഒരു നാളും നിന്നെ നശിപ്പിക്കുകയോ നിന്നെ ദണ്ഡിപ്പിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യുക ഇല്ല എന്ന്. അല്പനേരത്തേക്ക് എൻ്റെ കോപത്തിൽ നിന്നിൽ നിന്ന് ഞാൻ മുഖം മറച്ചു. അതാണ് ഈ ഒരു പീരീഡ്, ഈ ട്രിബുലേഷൻ പീരീഡ്. എന്നാൽ വലിയ സന്തോഷത്തു കൂടി നിന്നെ ചേർത്ത് കൊള്ളും എന്നുള്ളത്. അപ്പം നമുക്ക് മനസ്സിലായി ആരാണ് മണവാട്ടി? ഇസ്രായേൽ. റൈറ്റ്? ഓക്കെ, നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. യെരമ്യാ 3-ാം അധ്യായം 14 തൊട്ട് 18 വരെയുള്ള ഭാഗം. വിശ്വാസത്യാഗികളായ മക്കളെ, മടങ്ങി വരുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തനെയും വംശത്തിൽ 2 പേരെയും വീതം എടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും. ഞാൻ നിങ്ങൾക്ക് എൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും. അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയിക്കും. അങ്ങനെ നിങ്ങൾ ദേശത്ത് വർദ്ധിച്ചു പെരുകുമ്പോൾ ആ കാലത്ത് യഹോവയുടെ നിയമപ്പെട്ടകം എന്ന് ഇനി പറകയില്ല. അത് മനസ്സിൽ വരികയില്ല, അതിനെ ഓർക്കയില്ല, ചെന്ന് കാണുകയില്ല, ഇനി അത് ഉണ്ടാക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ആ കാലത്ത് യെരൂശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. സകല ജാതികളും അവിടേക്ക് യെരൂശലേമിലേക്ക് തന്നെ യഹോവയുടെ നാമം നിമിത്തം വന്നു ചേരും. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ ശാഠ്യപ്രകാരം ഇനി നടക്കുകയുമില്ല. ആ കാലത്ത് യഹൂദ ഗൃഹം ഇസ്രായേൽ ഗൃഹത്തോട് ചേർന്ന് അവർ ഒന്നിച്ച് വടക്കേ ദിക്കിൽ നിന്ന് പുറപ്പെട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി കൊടുത്ത ദേശത്തേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് എപ്പോഴാണ് നടക്കുന്നത്? ഈ 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് നടക്കുന്ന കാര്യമാണ്. കർത്താവിൻ്റെ 2-ാം വരവ്, ഒലിവ് മലയിൽ ഉള്ള 2-ാം വരവിൽ വരുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞാടിൻ്റെ കല്യാണ നാൾ വന്നിരിക്കുന്നു. ഇവിടെ സിയോനെ എന്താണ്? ഫോർ ഐ ആം മാരിഡ് ടു യു. കർത്താവ് പറയുക, സൈന്യങ്ങളുടെ യഹോവ പറയുകയാണ്, യഹോവ പറയുക, ക്രിസ്തു പറയുക, ഞാൻ നിന്നോട്, ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്, ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. എന്നിട്ട് ഇസ്രായേലിനോടാണ് പറയുന്നത്. ഇവിടെ ഇസ്രായേലിൻ്റെ പിതാക്കന്മാരോട് ദൈവം കൊടുത്ത വാഗ്ദത്തത്തിനെ കുറിച്ചുള്ള പരാമർശമുണ്ട് ഇവിടെ, അല്ലേ? 1000 ആണ്ട് വാഴ്ചയിൽ ജാതികളൊക്കെ എവിടെ വരും?
ഇസ്രായേലിലേക്ക് വരും. യെരുശലേമിൽ ദൈവത്തിൻ്റെ സിംഹാസനമുണ്ടല്ലോ. യഹൂദർ ജാതികൾക്കൊക്കെയും ഒരു അനുഗ്രഹമാകും എന്നുള്ള പ്രവചനത്തിൻ്റെ പൂർത്തിയുമാണ്. അപ്പം നമുക്ക് മനസ്സിലായി മണവാട്ടി ആരാണെന്ന്. ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഇന്നത്തെ ചർച്ച് അല്ല മണവാട്ടി, മറിച്ച് ഇസ്രായേൽ തന്നെയാണ്. റൈറ്റ്? ഹൂ ആർ ഇൻവൈറ്റഡ്. ഇപ്പോൾ ഒരു കല്യാണത്തിനൊരു ക്ഷണം നമുക്ക് വരുമ്പോഴൊക്കെ, നമുക്ക് ഒരു ക്ഷണം വരുമ്പോൾ നമ്മൾ എന്താ ഒരു ടെൻഷനിലാവുക, എന്താ നമ്മൾ ധരിക്കാൻ പോകുന്നു അല്ലേ? ഡ്രസ്സ് നമ്മളിലേക്ക് ടെൻഷൻ, എന്താ ഡ്രസ്സ് ചെയ്യാൻ. അപ്പോൾ ഈ ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യമുള്ളവർ. അപ്പം അതിൻ്റെ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നമുക്കൊരു ഭാഗം വായിക്കണം. മത്തായി സുവിശേഷം 22:1-14 വരെയുള്ള ഭാഗം നമുക്ക് വായിക്കുമ്പോൾ ക്ഷണിക്കപ്പെട്ടവർ ആരാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. അതൊന്ന് വായിച്ച് കേൾക്കാം. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ, സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റ് ദാസന്മാരെ അയച്ചു. എൻ്റെ മുത്താഴം ഒരുക്കി തീർന്നു, എൻ്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവിൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു. ശേഷമുള്ളവർ അവൻ്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കുലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെ ഒക്കെയും കല്യാണത്തിന് വിളിപ്പിൻ എന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. വിളിക്കപ്പെട്ടവർ അനേകർ, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. പ്രിയമുള്ളവർ, ഈ 14 വാക്യത്തിൽ ഇസ്രായേലിൻ്റെ പ്രവചന പദ്ധതിയുടെ ഒരു സമ്മറിയാണ് ഈ 14 വാക്യങ്ങൾ. ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് വീരപ്രവൃത്തികളാൽ അവരെ നടത്തി. അവർ കാണാത്ത മന്നയും അവർ മുമ്പ് കേട്ടിട്ടില്ലാത്ത വിധം ഉള്ള പ്രത്യേക അനുഭവങ്ങളാൽ അവരെ നയിച്ചു. പക്ഷേ ഇസ്രായേൽ എന്ത് ചെയ്തു? അവരുടെ വീണ്ടെടുപ്പുകാരനായ യഹോവയെ വിട്ട് അന്യ ജാതിക്കാരുടെ ദേവീദേവന്മാരിലേക്ക് തിരികെ ഉണ്ടായി ആത്മീക വ്യഭിചാരം. വീണ്ടും ദൈവം അനേക പ്രവാചകന്മാരെ അയച്ചു, അവരെ മടക്കിക്കൊണ്ടുവരാൻ നോക്കി. അവർ മടങ്ങി വന്നില്ല. അയച്ച പ്രവാചകന്മാരെ ഒക്കെ അവരെന്ത് ചെയ്തു? പീഡിപ്പിച്ചു, അനേകരെ കൊന്നു, രക്തസാക്ഷികളാക്കി. ദൈവം അവരെ ശത്രു സൈന്യങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ ഒരു സമയം ദൈവം, അതിൻ്റെ തക്ക സമയത്ത് ദൈവം തൻ്റെ കോപം മാറ്റി ഇസ്രായേലിലേക്ക് തൻ്റെ വീണ്ടും മനസ്സലിവോടുകൂടി നോക്കുകയാണ്. ഒരു ചെറിയ കൂട്ടം ഇസ്രായേൽ മക്കൾ, അവനായി കാത്തിരിക്കുന്നവർ, ഒരു ശേഷിപ്പ്, അവരാണ് മണവാട്ടി, ഇല്ലേ? ദ റെമനന്റ് ഓഫ് ഇസ്രായേൽ. എന്നാൽ ക്ഷണിക്കപ്പെട്ടവരാരാണ്? അവരെക്കുറിച്ച് നമ്മളിവിടെ കണ്ടത് എന്താ? അവർ ഇസ്രായേൽ മക്കളല്ല, മറിച്ച് ജാതികൾ. നമ്മൾ ഈ കർത്താവിൻ്റെ വരവിങ്കൽ ഈ മത്തായി സുവിശേഷത്തിൽ തന്നെ ഈ 2ാം വരവിങ്കൽ ആട്ടിൻകൂട്ടത്തിൻ്റെയും ചെമ്മരിയാടിൻ്റെയും കോലാടിൻ്റെയും ന്യായവിധിയെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, അല്ലേ? ചെമ്മരിയാടുകൾ ആരാ? ഇവർ 2 പേരും ആരാ? അന്യജാതിക്കാരാണ്. ചെമ്മരിയാടുകൾ ഏത് ഗ്രൂപ്പാ? ഇസ്രായേൽ മക്കളോട് ദയ കാണിച്ചവരാണ്, അല്ലേ? അവിടെ തിരുവചനം പറയുന്നത്, ഇസ്രായേലിനെതിരെ വന്ന രാജ്യങ്ങളിൽ നിന്ന്
ശേഷിച്ചവർ ഇസ്രായേൽ മക്കളോട് കൂടി 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിച്ചു. യഹൂദ വിവാഹത്തിൽ വിവാഹ സദ്യ വധുവിൻ്റെ വീട്ടിലാണ്. ഇസ്രായേലിൻ്റെ പ്രതിഫലം ഭൂമിയിലാണ്. വധുവിനോടൊപ്പം അനേക അന്യജാതിക്കാരും ഈ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കും. ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഈ വിവാഹത്തിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതായിട്ട് തിരുവചനം പറയുന്നില്ല. ഇവരാരാണ് ഈ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവർ? അവരവരെ തന്നെ എളിമയുള്ളവരായിരുന്നു. ദേ ഹംബിൾഡ് ദംസെൽഫ്. ഈ ക്ഷണം അവർ സ്വീകരിച്ചു, വളരെ നന്ദിയോടുകൂടി സ്വീകരിച്ചു. രാജാവ് ഇവരിൽ പ്രസാദിച്ചു. രാജാവ് തന്നെ ഇവർക്ക് വിവാഹ വസ്ത്രം ഒരുക്കിക്കൊടുത്തു. എന്നാൽ ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. രാജാവ് നൽകിയ വസ്ത്രം അവനും ലഭിച്ചതാ. പക്ഷെ അവൻ ചിന്തിച്ചു, രാജാവ് നൽകിയതിനെക്കാട്ടിലും ശ്രേഷ്ഠമായത് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അതിട്ടുകൊണ്ട് പോകാം. സ്വയനീതിയാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. ദൈവം നൽകുന്ന വസ്ത്രം, ദൈവം ഒരുക്കിയിരിക്കുന്ന മുഖാന്തരങ്ങളിൽ നാം പ്രസന്നമുള്ളവരായിരിക്കണം, അല്ലേ? ഇന്ന് നമുക്ക് കർത്താവ് രക്ഷയുടെ ഒരു മാർഗം ഒരുക്കിയിട്ടുണ്ട്. എന്താണ്? വിശ്വാസത്താൽ, കൃപയാൽ അത്രേ. വിശ്വസിക്കുമ്പോൾ ആ നിമിഷം തന്നെ ക്രിസ്തുവിൻ്റെ നീതിയാണ് നമ്മളിലേക്ക് പകരപ്പെടുന്നത്. നമ്മൾ ഇന്ന് സ്വയനീതിയിൽ ആശ്രയിക്കരുത് പ്രിയമുള്ളവരെ. നമുക്ക് മുൻപോട്ട് പോകാം. ബിഹോൾഡ് ദ ബ്രൈഡ് ഗ്രൂം കംസ്. നമുക്കിതൊന്ന് വായിക്കാം. 19-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. കർത്താവായ യേശു ക്രിസ്തു മണവാളനായി വരുമ്പോൾ നടക്കുന്ന കാര്യം. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേര്. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന് പേരു പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവുമായ മദ്യത്തിൻ്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. നമുക്ക് മിസ്റ്ററി പ്രോഗ്രാമിലെ സഭയുടെ ഉൾപ്രാവണവും പ്രവചന പദ്ധതിയിലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിനെ കുറിച്ച് ഉള്ള ചില വ്യത്യാസങ്ങൾ നമുക്കൊന്ന് നോക്കാം. കർത്താവായ യേശുക്രിസ്തു കൃപായുഗത്തിൻ്റെ അവസാനം തൻ്റെ ശരീരമാകുന്ന സഭയെ കൂട്ടിച്ചേർക്കാൻ വരുമ്പോൾ കർത്താവ് വരുന്നത് തൻ്റെ വിശ്വാസികളെ ചേർക്കുവാൻ വേണ്ടിയാണ് വരുന്നത്, അല്ലേ? ക്രിസ്തുവിൽ മരിച്ചവരും കർത്താവിൽ ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. എന്നാൽ 2ാം വരവിങ്കൽ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നത് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാനല്ല, തൻ്റെ വിശുദ്ധന്മാരോട് കൂടെയാണ് വരുന്നത്. അത് ബോഡി ഓഫ് ക്രൈസ്റ്റിൻ്റെ അംഗമല്ല, മറിച്ച് ഈ 7 വർഷത്തിലെ മഹോപദ്രവകാലത്തിൽ രക്തസാക്ഷികളായ വലിയൊരു സമൂഹം, ആർക്കും എണ്ണാൻ കഴിയാത്ത സമൂഹം, അവർക്ക് വെള്ള വസ്ത്രം ധരിപ്പാൻ കൊടുത്തിരുന്നു എന്ന് നമ്മൾ വെളിപ്പാട് 5-6 അധ്യായങ്ങളിൽ നമ്മൾ വായിച്ചത്. അവരുമായിട്ടാണ് കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. മനസ്സിലാകുന്നുണ്ട്? ഉൾപ്രാവണ സമയത്ത് സഭയുടെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉൾപ്രാവണ സമയത്ത് പഴയ നിയമ വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നില്ല. അതെപ്പോഴാണ് നടക്കുന്നത്? കർത്താവ് ഒലിവ് മലയിൽ വരുമ്പോഴാണ്. ഒരു ദിവസം കൊണ്ട് ഒരു ജാതി പിറക്കുമോ
എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നത്. രണ്ടാമത്തെ വ്യത്യാസം, ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസിൽ, കൃപായുഗത്തിൽ കർത്താവ് ഭൂമിയിലേക്ക് വരുന്നില്ല, മറിച്ച് മധ്യാകാശത്തിലാണ് വരുന്നത്, അല്ലേ? ഉൽപ്രാവണത്തിൽ. അതേസമയം ഒലിവ് മലയിൽ നമ്മൾ രണ്ടാം വരവെങ്കിൽ നമ്മൾ കാണുന്ന കർത്താവിൻ്റെ പാദങ്ങൾ ഭൂമിയിൽ ചവിട്ടുന്ന, ഒലിവ് മലയിൽ കാൽ വെക്കുന്നു, അത് രണ്ടായിട്ട് പിളർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഉൽപ്രാവണം കൃപായുഗത്തിലെ വിശ്വാസികളുടെ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയാണ്. ദ ബ്ലെസ്സഡ് ഹോപ്പ് ഓഫ് ബിലീവേഴ്സ്. കാരണം എന്തുവാ? നാം ഈ പറയുന്ന മഹോപദ്രത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലേ? പലരും പറയും അതിന് എസ്കേപ്പിസം എന്നും ഒക്കെ പറയും. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കും. എന്നാൽ രണ്ടാം വരവ് ഒലിവ് മലയിൽ വരുന്നത് അത് ന്യായവിധിക്ക് വേണ്ടിയാണ് വരുന്നത്. ദൈവത്തെ ത്യജിച്ച് കളഞ്ഞവരുടെ മേൽ വരുവാനുള്ള കോപമാണ് പകരപ്പെടാൻ പോകുന്നത്. ഉൽപ്രാവണം ഏത് നേരത്തും നമുക്ക് നടക്കാൻ കഴിയും. അതിന് നടക്കുന്നതിന് മുൻ അടയാളങ്ങളൊന്നും പ്രത്യേകിച്ച് ഇല്ല. സെക്കൻഡ് കമ്മിങ്, രണ്ടാം വരവ്, ഒലിവ് മലയിലെ ആ വരവിന് അതിന് മുന്നോടിയായി അനേക പ്രവചന പദ്ധതി പ്രകാരമുള്ള കാര്യങ്ങൾ നടപ്പിലാകാൻ ഉണ്ട്. സഭയുടെ ഉൽപ്രാവണത്തിങ്കൽ നമ്മൾ മുമ്പ് വായിച്ചതുപോലെ 1 കൊരിന്ത്യർ 5 എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ശേഷം ജീവനോടിരിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് നാം എന്നേക്കുമായി കർത്താവിനോട് കൂടെ ഇരിക്കേണ്ടതിന് സ്വർഗസ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യുക? എടുക്കപ്പെടുക. വി ആർ കോട്ട് അപ്പ്. അതേസമയം ഒലിവ് മലയിലെ രണ്ടാം വരവിങ്കൽ, പ്രവചന പദ്ധതി പ്രകാരമുള്ള ആ വരവിങ്കൽ, അവർ താഴോട്ട് ഭൂമിയിലേക്കാണ് വരുന്നത്, അല്ലേ? ഭൂമിയിലാണ് ഇസ്രായേൽ എസ്റ്റാബ്ലിഷ് ആകുകയാണ്. ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ ചേർക്കപ്പെടുകയാണ്. മർമ്മ പദ്ധതിയുടെ മിസ്റ്ററി പ്രോഗ്രാം പ്രകാരമുള്ള ഉൽപ്രാവണത്തിങ്കൽ സ്വർഗസ്ഥലങ്ങളുടെ ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വീണുപോയ ദൂതന്മാർ ഇന്ന് ഏറ്റിരിക്കുന്ന അധികാരത്തിൻ്റെ സ്ഥലങ്ങളൊക്കെയും, ആ സ്ഥാനങ്ങൾ, ആ പദവികൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്യും. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഒരു ന്യായവിധിയുണ്ട്. നമ്മുടെ പ്രവൃത്തി അനുസരിച്ച് പ്രതിഫലങ്ങൾ നൽകുന്ന ഒരു പീരീഡ്. ഈ സമയം ആ ബേമ സീറ്റ്, പൗലോസ് അപ്പോസ്തലൻ പറയും, നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കും, അല്ലേ? നാം ചെയ്തതിന് ഓരോത്തിനും കണക്ക് കൊടുക്കും. അതെന്താണ്? നമ്മുടെ പ്രവൃത്തി അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോരോ പദവി കൊടുക്കുകയാണ്, പല പൊസിഷൻസ് കൊടുക്കുകയാണ്. എന്നാൽ ഒലിവ് മലയിലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെങ്കിൽ ഭൂമണ്ഡലത്തിൻ്റെ ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭൂമിയിൽ സ്വർഗത്തെ പോലെ ആകും. സ്വർഗത്തിൽ എങ്ങനെ ദൈവ ഇഷ്ടം നടക്കുന്നു, അതുപോലെ ഇനിയും ഭൂമിയിൽ ദൈവ ഇഷ്ടം നടക്കും. അതാണ് പ്രധാനമായിട്ടുള്ള ഡിഫറൻസ്. അർമഗദോൻ പാർട്ട് 1, വെളിപ്പാട് പുസ്തകം 19, 17, 18 നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും, രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നുകൂടുവിൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പം നാം കേൾക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഒലിവ് മലയിൽ വരുമ്പോൾ, മണവാളനായി വരുമ്പോൾ, ഇസ്രായേൽ കാത്തിരിക്കുന്നവർക്ക് അവർ മണവാളനായിട്ട് അവർ ദർശിക്കുന്നു. അതാണ് കർത്താവിന് കുഞ്ഞാടായിട്ടും അതേസമയം യഹൂദയുടെ സിംഹവുമായിട്ടുമാണ്. 2 രീതിയിൽ വെളിപ്പാട് പുസ്തകം കർത്താവിനെ കാണിക്കുകയാണ്, അല്ലേ? കുഞ്ഞാട്, ഇസ്രായേലിന് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട്. എന്നാൽ
ഇസ്രായേലിൻ്റെ ശത്രുക്കൾക്കും വേണ്ടി അവൻ ഒരു സിംഹമായിട്ട്, ഗർജിക്കുന്ന സിംഹമായിട്ട് വരികയാണ്. വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുകയാണ്. ഈ യുദ്ധങ്ങളിൽ ഇസ്രായേലിനെതിരെ വന്ന സൈന്യങ്ങൾ നശിക്കുകയും കൊല്ലപ്പെടുകയും അവരുടെ മാംസം പക്ഷികൾ തിന്നുകയാണെന്ന് പറഞ്ഞാൽ അവരുടെ ഡെഡ് ബോഡി അടക്കാൻ പോലും ആള് ഇല്ലായിരുന്നു. നമുക്ക് വേഗം 19 അധ്യായം 19 തൊട്ട് 21 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഇതാണ് 18 അധ്യായത്തിൽ ആ മൃഗത്തിൻ്റെ മേൽ ഇരുന്ന സ്ത്രീയുടെ ന്യായവിധിയായിരുന്നു, ആ ഫോൾസ് സിസ്റ്റത്തിൻ്റെ ന്യായവിധിയായിരുന്നു. എന്നാൽ 19 അധ്യായം ഈ 3 വാക്യങ്ങളിൽ കള്ളപ്രവാചകനും എതിർ ക്രിസ്തുവിൻ്റെയും ന്യായവിധി നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നു കൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിന്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. നമ്മൾ മത്തായി സുവിശേഷത്തിൽ ഒരു വാക്യം, ഒരു ഉപമ കർത്താവ് ഇങ്ങനെ പറയുകയുണ്ടായി. ഒരു വീട് കവർച്ച ചെയ്യണമെങ്കിൽ അവിടുത്തെ ബലവാനെ എന്ത് ചെയ്യണം? ആദ്യം കെട്ടണം, എന്നിട്ടേ അവൻ്റെ വീട് കൊള്ള അടിക്കാനൊക്കെ. ഇപ്പോൾ ഈ സമയം വരെ ഭൂമണ്ഡലത്തെ ഭയത്തിൽ ബന്ധിച്ചിരുന്ന സാത്താൻ ഈ വാക്യങ്ങളിൽ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ബന്ധിക്കുകയാണ് ചെയ്യുന്നത്. ആ വാക്യം ഈ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ഇന്ന് നമുക്ക് ദേശാഭിപതിയെ ബലൂണിനകത്ത് കയറ്റി ചവിട്ടാൻ കഴിയുകയില്ല. പലരങ്ങനെ ചെയ്യുന്നുണ്ട്. മീഖായേൽ പോലും ലൂസിഫറിനെ ശാസിച്ചിട്ടില്ല, ഇല്ലേ? ഇപ്പം നമ്മൾ ഓർക്കണം, ഇന്ന് കാണുന്ന ചുറ്റും നടക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും, ഇന്ന് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ എന്ത് ചെയ്യണം? സ്റ്റഡി ചെയ്യണം. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ കാര്യങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണ്, എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനെയും ബന്ധിച്ച് തീപ്പയിലേക്ക് ഇടുക, മുദ്രയേറ്റവരൊക്കെ തീപ്പയിലേക്ക് ഇടുകയാണ്. നാം ഇനിയും വെളിപ്പാട് പുസ്തകം 20 അധ്യായം വായിക്കുമ്പോൾ ആ മഹാസർപ്പത്തെ ബന്ധിച്ച് അഗാധ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ബന്ധിച്ച് ഇടുകയാണ്. പിന്നീട് മുമ്പത്തെ സ്ലൈഡിൽ അർമഗദോൻ 1 എന്ന് പറഞ്ഞില്ലേ, ഈ 1000 ആണ്ട് വാഴ്ചയുടെ അവസാന കാലത്തേക്ക്, ചുരുങ്ങിയ സമയത്തേക്ക് സാത്താനെ അഴിച്ചുവിടുകയും ചെയ്യും. സാത്താൻ ഭൂമണ്ഡലങ്ങളിലെ ആൾക്കാരെയൊക്കെ കവിളിപ്പിച്ച് വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകും. ആ യുദ്ധം കഴിയുമ്പോഴാണ് സാത്താനെ തീപ്പൊയിലേക്ക് ഇടുമ്പോഴും ഈ പറഞ്ഞ കൂട്ടരാരും വെന്ത് നശിച്ച് ഇല്ലാതായിട്ടില്ല. ഈ മുദ്രയേറ്റവരും എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും അപ്പോഴും തീപ്പൊയ്യയിൽ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചിലർ പറയും, നരകം എന്ന് പറഞ്ഞ ഒന്നുമില്ല, അവിടെ ഇട്ടാൽ ഉടനെ എല്ലാം കത്തി ശാമ്പലായി തീരും. ഇല്ല, അങ്ങനല്ല. നരകം നിത്യ ദണ്ഡനമാണ്. ഇന്ന് കർത്താവ് കൃപയുടെ ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. പ്രവൃത്തി കൂടാതെ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാനുള്ള മാർഗം വിശ്വാസത്താൽ, കൃപയാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സകല പാപങ്ങൾക്കും വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ നമ്മുടെ നിത്യജീവൻ ഉറപ്പാകുവാണെങ്കിൽ നമുക്ക് ആ അവസരം പാഴാക്കാതെ നമുക്ക് ഉപയോഗിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും